വേറെന്തോ മരം അല്ലേ, നെല്ലിമരം പോലെ ഉണ്ട്. ആനപ്പിണ്ടം ചവിട്ടി മുടി വളരും. പണ്ട് കുഞ്ഞിലൊക്കെ അങ്ങനെ പറഞ്ഞു. ഇതൊരു മരമാണ്. ഇത് കണ്ടോ, വലിയ പലക പോലെ ഇരിക്കുന്നു. ഇവിടൊക്കെ ഈറ്റയാ. ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് നടന്ന് ഏകദേശം 50 കിലോമീറ്റർ കഴിഞ്ഞു. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ ട്രക്ക് എൻ്റെ ചെയ്യാൻ. ഇതാ ഇവിടെ വേറൊരു മരം, വലിയ മരം. അത് കണ്ടോ, ഇതെന്ത് മരം ഇത്? അതും ആണോ? ഏത് ഈ പലക പോലെ 3 പാളിയായിട്ട് ഇരിക്കണം ആണോ? ആണോ? കാരണം അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും രണ്ടായിട്ടുള്ള ഇതായിരുന്നു. ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു ഇത് ശരിക്കും മരമല്ല, കോൺക്രീറ്റ് പോലെ തോന്നണല്ലേ ഇത് കാണുമ്പോ. ഇത് ചീനിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. ഇങ്ങനെ കാണുമ്പോ എന്താ കോൺക്രീറ്റ് പോലെ തോന്നും. ആണോ? ചീനി മരം. ഇതിനെക്കാളും വണ്ണം വെക്കും. വേരൊക്കെ റോഡ് സൈഡിൽ കാണാം. വീടുകളെ തകർക്കണല്ലോ, ഒടുക്കത്തെ സൗണ്ട്. ഒന്നിനെയും കാണാൻ പറ്റിയില്ല, പുറത്താണല്ലിരിക്കണം. ഇതിന്റെ വേര് പോയി, അതവിടെ നിന്ന് പിഴുതു പോറായി. ഇതുപോലെ സ്ഥലത്തല്ലേ പാമ്പിരുന്ന? ഇതുപോലത്തെ സ്ഥലത്തല്ലേ പാമ്പിരുന്ന? അത് കഴിഞ്ഞു പോയോ അമ്മാരി ഇരുന്ന സ്ഥലം? അവിടെ ചെല്ലുമ്പോ നോക്കാനാ അവിടെ ഉണ്ടോ ഇല്ലയോ. അവിടെ ചുറ്റി കിടക്കുന്നു. ഈ പാമ്പ് നമ്മൾ നേരത്തെ കണ്ട അവിടെ ചുറ്റി കിടക്കണ, അതിന്റെ തല കാണാൻ വയ്യ. നിങ്ങൾ ഉറക്കാന്ന് തോന്നുന്നു ഫുൾ ടൈം. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും അമ്മമാരിവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെ, ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. സമാധിയിലാന്ന് തോന്നുന്നു. ഇത് കണ്ടോ, അമ്മമാരോട് ബൈ പറഞ്ഞ് പോട്ടെ. സമാധിയാന്ന് തോന്നുന്നു. ഭയങ്കര ഉറക്കം, ഒരു രക്ഷയില്ല.
ഇതൊക്കെ കടിച്ചാ മരിക്കോ? ഇല്ല, വിഷം കുറവാണ്. കടിക്കണ ഭാഗം. ഓ, ഇതിന്റെ ഒരു റെഡ് കളർ പോലത്തെ പാമ്പുണ്ടായിരുന്നു. ഇവിടെ ഒരുത്ത സമാധിയില്ല, ഇപ്പൊ മെഡിറ്റേഷനാ. അതന്നെ നമ്മള് പോയപ്പോ ഇവിടെ തന്നെ ഇരിക്കണ്ട്, ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവിടെ. ആള് നല്ല ഉറക്കമാ, നല്ല ഉറക്കമാ. ഇതിന്റെ റെഡ് കളർ ഒന്നും ഉണ്ടായിരുന്നു. അവന്റെ സംശയം ഓറഞ്ച് കളറുണ്ടോ മഞ്ഞ കളറുണ്ടോന്നൊക്കെ. എല്ലാ കളറുണ്ടോ പറഞ്ഞപ്പോഴേ കഴിച്ച് വയറ് നിറഞ്ഞ് കിടക്കുമല്ലേ. ഫുള്ള് ചീവീടുകള് പണി തുടങ്ങിയിട്ടുണ്ട് എല്ലാ സൈഡിലും. ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, നമ്മള് കണ്ടില്ല പോയപ്പോ. ഇങ്ങനത്തെ ഒരു ചാലായിരുന്നു, ഇതേപോലത്തെ ഒരു ചാലായിരുന്നു. പിന്നെ അതിങ്ങനെ കുഴിച്ചെടുത്താണ്. അപ്പൊ അതില് വെള്ളച്ച് വരും, മുറവുണ്ട്. മീനൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ. മീനൊന്നും കാണാനില്ല, ഇല വീണ് കിടക്കണേ ഫുള്ള്. അത് മരം ഒടിഞ്ഞു വീണാന്നോണല്ലേ. നല്ല നീട്ടം ഉണ്ടല്ലോ, അവിടെ നിന്നേ നീട്ടത്തിൽ കിടക്കുക. ഫുള്ള് ചീവീടിൻ്റെ സൗണ്ടാണ്, ഒടുക്കത്തെ സൗണ്ടാണ്. നല്ല വൈബുണ്ട്. താഴെ വെള്ളം ഒഴുകുന്നു. അവരുടെ കണക്ക് പ്രകാരം 9 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി 1 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ എൻ്റെ വാച്ചിൽ 8.36 ആയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇട്ടില്ല, പിന്നെ ഇടയിലൊക്കെ കുറച്ച് ലാഗ് വന്നു, അത് കാരണം. ഇവിടെയൊക്കെ ഈറ്റക്കാടാ, വെള്ളം ഒഴിയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. വെള്ളം കാണാൻ ഇവിടെ നിന്ന് പാറയുണ്ട്, ചവിട്ടിയൊക്കെ ഇറങ്ങാതിരിക്കും. ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് അട്ട അധികമില്ല. പക്ഷെ നമ്മുടെ കൂടെ വന്നൊരു കുട്ടീനെ അട്ടൊക്കെ അടിച്ച്, പുള്ളിക്കാരി അറിഞ്ഞില്ല. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കാലേന്ന് ചോരയൊക്കെ വന്നു, അപ്പോൾ ആള് പേടിച്ചു പോയി. അപ്പയാണ് മനസ്സിലായ അട്ട കടിച്ച്. നല്ല കൂളിംഗ് ആട്ടോ, വെയിലെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നല്ല തണൽ, നല്ല ഇത്. നട്ടുച്ചയാന്ന് പറയുകയല്ല. എന്തൊക്കെ മരങ്ങളാന്ന് നോക്കി. ചുരുളി എന്ന് പറഞ്ഞ മരമാണ് ഇവിടെ അധികം ഉണ്ട്. അതിന് എന്തൊരു വണ്ണമാണ് അതിന്. ഇവർ പറയണ ചുരുളി എന്ന് പറഞ്ഞ മരമാണ് ഏറ്റവും വലുതെന്ന്. പിന്നെ ഈ കാട് തിങ്ങി പാർക്കുന്ന വനം എന്നാണ് പറഞ്ഞത്. കാടിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. ഇവിടുത്തെ കാട് തിങ്ങി പാർക്കുന്ന വനം ആണ്. അതുകൊണ്ട് നമുക്ക് ദൂരേക്കുള്ള വ്യൂ ഒന്നും കിട്ടില്ല. നമ്മളിങ്ങനെ നോക്കുമ്പം കണ്ട ഫുള്ള് മരങ്ങൾ മാത്രമാണ്, കണ്ട സ്കൈ തന്നെ കുറച്ച് കാണുന്നുള്ളൂ. അപ്പോൾ തിങ്ങി പാർക്കുന്ന വനമായതുകൊണ്ടാണ് നമുക്ക് ദൂരേക്കുള്ള വ്യൂ കിട്ടാത്തത്. ഇത് പല ഫോറസ്റ്റുകളുടെ കോമ്പിനേഷനാണെന്നാണ് പറഞ്ഞത്. ഇപ്പം നെല്ലിയാമ്പതിയിലുള്ള കാടും ഇവിടെ കാണും, അല്ലാത്ത കാടും എല്ലാ സംഭവം കാണും. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം ക്യാമ്പല്ല, നമ്മൾ ഡാമിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത. ഇവിടെ ഫുള്ള് പാറയാണ്. നമ്മൾ തിരിച്ചെത്താറായെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല ട്രെയില്, പുല്ലൊക്കെ ഉണങ്ങിയിരിക്കണം. ഇവിടെ വെയിലധികം ഉണ്ടാകൊണ്ടെന്നാണ് ഇവിടുത്തെ പുല്ലൊക്കെ കരിഞ്ഞിരിക്കണം.
നല്ല സ്ട്രക്ചറിലുള്ള മരങ്ങളാണ്. രസമാണ് കാണാൻ. നമ്മുടെ ഏകദേശം ട്രക്ക് കഴിയാറായിട്ടോ. ഇവിടെയൊക്കെ പാറ. കുറേ മരങ്ങൾ വീണ് കിടപ്പുണ്ട്. കാറ്റത്ത് വീഴുന്നാന്ന് തോന്നുന്നു. ഇവിടെ മരമൊന്നും വെട്ടുകയല്ലെന്നാണ് അവർ പറഞ്ഞ. കാറ്റത്ത് വീഴുന്ന. ഇവിടെ ഒന്ന് രാവിലെ നമ്മളൊന്ന് ഫോട്ടോ എടുത്ത. തീ എടുത്താൻ വന്നില്ലേ നമ്മൾ വന്നപ്പോൾ? തീ കത്തണുണ്ട്. അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. കുരങ്ങനാണോ? ആ, കുരങ്ങനാ. ദേ അവിടെ, ദേ കരിങ്കുരങ്ങ്. അയ്യോ, അതിനെ കിട്ടുന്നില്ല. ദേ അവിടെ കണ്ടോ? കേട്ടോ, ഒച്ച കേട്ടോ? ദേ അവിടെയൊക്കെ ഉണ്ട്. അതിന് ഇത്ര ദൂരെയായിട്ട് കാണാൻ പറ്റണില്ല. 2 ഉണ്ട്. ഈ താഴത്തെ മരത്തിൽ 1 ഉണ്ട്. ദേ അവിടെ ഇരിക്കുന്നു. അത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കാണാൻ പറ്റും. അതാ അങ്ങ് ഇരിക്കുന്നു. കിട്ടുന്നില്ല. നമുക്ക് സൂമിങ് ക്യാമറ ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇല്ല, സൂമിങ് ഒന്നുമില്ല. ഇവിടെ വെയിലാന്ന് തോന്നുന്നു. ഈ സൈഡിലാണ്ട് പുല്ലൊക്കെ ഉണങ്ങി കിടക്കും. അതവിടെ തന്നെ ഇരിക്കുവാ കുരങ്ങ്. നമ്മൾ സാറിന് കാണുന്ന വെളുത്ത കുരങ്ങനല്ലേ? ഇത് ഫുള്ള് കറുപ്പ് കളർ. ആനിമൽസിനെ ഒന്നും കണ്ടില്ല. ആനയെ കണ്ടില്ല. കാട്ടുപോത്തുണ്ടെന്ന് പറഞ്ഞ അതിനെ കണ്ടില്ല. വേഴാമ്പലിനെ പോലും കിട്ടിയില്ല. ഈ കാടും പാറയും മരങ്ങളും ഇതൊക്കെ തന്നെ. അവിടെ കരിങ്കുരങ്ങ്. ഇത് മറ്റേ നറുനീണ്ടിയാണ് അല്ലേ? നറുനീണ്ടിന്ന് ഇവിടെ പറയും. ഇത് മറ്റേ സർബത്തൊക്കെ അടിക്കുമ്പോ അതല്ലേ? അതിന്റെ പേരല്ലേ സർബത്തിലിടുന്നത്? ഇതിന്റെ പേര് പറഞ്ഞിട്ട് വരുന്നത് ഇതിന്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് അതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആയിരിക്കും. അതിൽ ശരിക്കുള്ളതൊന്നും ആയിരിക്കില്ല. ചീനി അതിന്റെ ഇല നല്ല ഭംഗിയുണ്ട് പൊക്കത്ത്. യെല്ലോ ഗ്രീൻ ഉണ്ടോ? ഒരു പ്രത്യേക തരം ഇല.
ബട്ടർഫ്ലൈ. ഓ ബട്ടർഫ്ലൈ ഇങ്ങോട്ട് വരുന്നില്ല. ആ ബ്ലൂ ടൈഗർ. ഈ ചെടിയുടെ പേരെന്താണ്? കിളിക്കാൻ പറ്റിയ. ഓ ഇവിടെ ബട്ടർഫ്ലൈ പൂത്ത് നിൽക്കുന്നു. കൊറേ ഉണ്ട്. ഇതുങ്ങൾക്ക് പേടിയില്ല കേട്ടോ, ഓടി പോകുന്നില്ല. അതെ കൊള്ളാം. അവിടെ ബട്ടർഫ്ലൈ കുറവായിരുന്നു, ഇവിടെ ഇപ്പൊ കൊറേ ഉണ്ടായിരുന്നു. നിറയെ പറന്ന് നടക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രക്ക് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തിരിച്ച് വന്ന് ഇപ്പം നമ്മളെ വിളിക്കാൻ വണ്ടി വരും. നമ്മൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവരുടെ വണ്ടിയിലാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന്. ഇവിടെ ഗേറ്റ് ഉണ്ടല്ലോ. ഇത് ഡാമിൻ്റെ, നമ്മളിതിലെയാ വന്ന. ഇവിടെ വണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇതിൽ കൂടെ നമ്മൾ വന്ന. അപ്പോൾ നമ്മുടെ പെരിങ്ങൽകുത്ത് ട്രക്ക് ഇവിടെ അവസാനിക്കുവാണ്. ഡാമിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വരും, വണ്ടി വന്നാൽ നമ്മളങ്ങ് പോകും. ഫോറസ്റ്റ് ഓഫീസിൽ ചെല്ലും. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വണ്ടി കയറുക തിരിച്ച് എറണാകുളത്തേക്ക്. നമ്മളിതിലെയാണ് മുകളിലേക്ക് കയറിപ്പോയത്. അങ്ങനെ ട്രക്ക് ഇവിടെ അവസാനിക്കുവാണ്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. ആരും കമൻ്റൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റൊക്കെ ഇടുക എല്ലാവരും. അപ്പോഴല്ലേ എനിക്ക് അറിയുള്ളൂ നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം എന്തായാലും ബൈ ബൈ. നമ്മുടെ ടീമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും നല്ല ഇതായിരുന്നു. ഞാൻ പറഞ്ഞ ശരീരത്തിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ ആഗ്രഹം കൊണ്ടാണ് ഈ വരണത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം നല്ല ഹെൽപ്പായിരുന്നു നമ്മുടെ ഫോറസ്റ്റ് ടീമിൻ്റെ. അത് പറയാതെ വയ്യ. ഇതൊക്കെ നിങ്ങൾ ഫീഡ്ബാക്ക് രജിസ്റ്ററിൽ എഴുതിയിട്ടേ പോവാവും. നമുക്കത് കാണുമ്പോ ഒരു സന്തോഷം. അതെ, നമുക്കതൊന്നും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കാണുമ്പോ നമുക്ക് പേഴ്സണൽ അറ്റൻഷൻ എല്ലാവർക്കും കിട്ടി. എല്ലാവർക്കും പേഴ്സണൽ അറ്റൻഷൻ കിട്ടി. ഞങ്ങൾ പോണ വഴിക്ക് ഇതാണ് ഇങ്ങനെ കുറെ ഇൻഫോർമേഷൻ ഉണ്ട്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ദാറ്റ് ഈസ് ഇവിടെ ആക്കി ഓക്കെ ഒരു ഗൈഡ് തരും, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞാൻ തരത്തിലാണ്. അവിടെ വരെ എത്തിച്ച് നമുക്ക് ഭക്ഷണം തന്നു. ഓക്കെ, റെസ്റ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു എല്ലാവർക്കും ഒരു പേഴ്സണൽ കെയർ ആയിരുന്നു. അത് കേട്ടാൽ മതി, അതാണ് വേണ്ടത്. അത് നമ്മളെ ഭാഗത്തുനിന്ന് അങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അവിടെ വരെ വരും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മാഡം ഇവിടെ ആക്കിയിട്ട് ഓക്കെ ശരിയാണ്, മാഡം വരുമല്ലോ നമ്മുടെ കൂടെ. ദാറ്റ് ഈസ് വെരി അപ്രീഷിയബിൾ അല്ലേ. ആ ഡിപ്പാർട്ട്മെന്റ് അവർ അങ്ങനെ എൻ്റെ അത് മറ്റ് സാറാണല്ലോ ഓഫീസറായിട്ടുള്ള സാറല്ലേ വന്നത്. ആരും ഇല്ലാത്തതുകൊണ്ട് ഹിക്ക് ചെയ്യും. വെറുതെ വരാൻ പറ്റില്ലല്ലോ. ദേ ഹാവ് ടു വാക്ക് നാ. ശരിയാണ്. നിങ്ങളിങ്ങനെ നല്ലത് പറയുമ്പോൾ നമുക്ക് പിന്നെ
ഭയങ്കര സന്തോഷമാണ്. എനിക്ക് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇഷ്ടമാണ്. വർക്ക് നമുക്ക് അതിൽ ഫോറസ്റ്റിലുള്ള വർക്കുകളാണ് കൂടുതൽ. അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടുന്ന് പോണക്കാളും അതിരപ്പള്ളിയിൽ നല്ല പബ്ലിക് വരുന്ന സ്ഥലമല്ല, എനിക്ക് അവിടെ വർക്ക് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനിനി കൂടി ഒരു 6 മാസം ഇവിടെ ഉണ്ടാവുള്ളൂ, 6-7 മാസം. പിന്നെ എനിക്ക് 3 വർഷം കഴിഞ്ഞാണ്ട് ജനറൽ ട്രാൻസ്ഫറിൽ വെക്കാനുള്ള. ഞാൻ വീടിനോട് ഏറ്റവും അടുത്ത സ്റ്റേഷൻ എന്ന് പറഞ്ഞത് എരുമപ്പെട്ടി സ്റ്റേഷൻ. അപ്പം അങ്ങോട്ടാണ്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനും ഒക്കെ. അപ്പം അത് ഇതെന്ന് പറയുക പഠിച്ചാൽ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ട്രക്കിങ്ങിൻ്റെ പാസ്സായി. കുറെ കാലമായി നമ്മളിങ്ങനെ പറയുന്ന ട്രക്കിങ് വേണമെന്ന്. അതിവിടെ ഇതുപോലെ എന്തെങ്കിലും സേഫ്റ്റിയുടെ പ്രശ്നങ്ങളായിട്ടായിരിക്കും. അന്ന് ഞാനുള്ള സമയത്തല്ല 96-2000 ഉള്ളിലാണ് ഉണ്ടായിരുന്നത് അവിടെ. പിന്നെ ഇപ്പോഴാണ് ഇപ്പൊ ഈ ഒക്ടോബറിലാണ് സ്റ്റാർട്ട്. ഇവിടെ ഒരു സാറ് വന്നിട്ട് ഒരു UC കോളേജിന്റെ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറന്ന് 96 ട്രക്കിങ്ങിന് വന്നൊരു ഫോട്ടോ അയച്ചു. പിന്നെ സാറ് ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ നല്ല അത്രയും വർഷങ്ങൾ മുമ്പല്ലേ. 2000-ന് ശേഷം എന്തായാലും പഠിത്തമൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ട്രക്കിങ്. നിങ്ങളെ ഓർമ്മയിലൊന്നും ഇല്ലല്ലോ? ഇല്ല. 27 കൊല്ലം. അപ്പൊ നിങ്ങൾ നല്ലത് പറയുമ്പോ നാളെ വരാനുള്ള ഊർജ്ജമാണ്. 96-ത്തെ ഫോട്ടോ സാർ അയക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? കണ്ടു തീർന്നിട്ടില്ല. എങ്ങോട്ടാ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഡാമിലേക്ക് പോകുന്ന വഴിയാന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാട് കണ്ടിങ്ങ ഇറങ്ങി. മീനിന്റെ പേരെന്താണ്? ഈറ്റപ്പച്ചില. ഇപ്പൊ അറിഞ്ഞില്ലല്ലോ നമ്മുടെ കുക്കാട്ടാ. നല്ല ഫ്രഷ് ഫുഡാണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്